ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. അങ്ങനെ എന്റെ അളിയനും പുറത്തോട്ട് പോവാ. ഞാനൊഴിച്ച് വീട്ടിലെ ബാക്കി എല്ലാ ആൾത്തരികളും പുറത്തെത്തിട്ടാ. ഇനി ഞാനും കൂടെ ഉള്ളു. അളിയൻ പോണതാണെങ്കിലോ ലോട്ടറി കഴിച്ചിട്ടാ പോണതാണ്. ഞാൻ നേരെ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നൊക്കെ വാങ്ങി നേരെ വന്ന് വീട്ടിൽ നോക്കുമ്പോൾ ഇത് കണ്ടായത് നാട്ടിൽ ഒരു 1.5 ലക്ഷം രൂപ ഇത്രേ ഉള്ളൂ. വെട്ടി കെട്ടണത് ഞാനാട്ടാ. കാരണം നമ്മൾ ഈ കാറ്ററിങ്ങിനൊക്കെ പോയിട്ടെ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആട്ടാ. ബാക്കിയുള്ള ചേട്ടന്മാര് പുറത്തു പോയപ്പോ ഞാൻ വീഡിയോ ഇട്ടില്ല, കാരണം പലതുണ്ട് കേട്ടാ. പക്ഷെ ഇപ്പോഴത്തെ വീഡിയോ അതെനിക്ക് ഇടണമെന്ന് നിർബന്ധമായിരുന്നു. കല്ലൂനാണെങ്കിൽ അച്ഛൻ പോകുന്നതിന്റെ ഒരു കൂസലില്ലട്ടാ. കാരണം അവക്കറിയില്ലല്ലോ അവളുടെ അച്ഛൻ ഗൾഫിൽ പോവാന്ന്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ എയർപോർട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടാ. ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. അവിടെ എത്തിയപ്പോ പൊതുവായി നടക്കുന്ന ഒരു കാര്യമില്ലേ, ഭാര്യമാര് കിടന്ന് കരയണത്. അതും വെയിറ്റ് ചെയ്ത് ഞാൻ കുറെ നേരം അവിടെ നിന്നുട്ടാ. അവസാനം എനിക്കത് കിട്ടി, ഞാനത് കണ്ടു, ഞാൻ അതിൽ ഹാപ്പിയാണ്. അതൊരു 15 മിനിറ്റ് നീണ്ടു നിന്നുട്ടാ. ഞാനാണെങ്കിൽ അതിനോട് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാറിഞ്ഞപ്പോഴേ കല്ലും കൂടെ വീഡിയോ എടുക്കാൻ തുടങ്ങിട്ടാ. പിന്നെ ഞങ്ങൾ ഒടുക്കത്തെ ഷൂട്ട് കഴിഞ്ഞാൽ ശാളിയനെ പറഞ്ഞോട്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചുട്ടാ. അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, കാർ അവിടെ പാർക്ക് ചെയ്ത് നൂരിപ്പെടുത്തില്ലട്ടാ. പിന്നെ കുറെ നേരം അങ്ങോട്ട് അത് തപ്പൽ തുടങ്ങിട്ടാ. തപ്പി അവസാനം കാർ കിട്ടി. പിന്നെ നമ്മൾ കാർ കയറി നേരെ പോയത് ഫുഡ് അടിക്കാനാട്ടാ. എയർപോർട്ടിനടുത്ത് ഫ്ലൈറ്റ് പോകുന്നതും കണ്ട് ഫുഡ് അടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടാ നേരെ പോയത്. അവിടെ ചെന്നപ്പോൾ ബിരിയാണി മാത്രം. പിന്നെ അവിടുത്തെ ഒരു ബിരിയാണിയും കഴിച്ചു. നേരെ നോക്കുമ്പോൾ അളിയുടെ ഫ്ലൈറ്റ് പോണു. അതിനൊരു ടാറ്റയും കൊടുത്ത് നേരെ വീട്ടിലേക്ക്.